വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസ് ഞാൻ നോക്കിയിരുന്നു. നമ്മളെ ഈ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമ്മളുള്ള മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന കോക്കനട്ട് ഓയിൽ എന്ന് പറയണത് ട്രഡീഷണൽ വേ അല്ല. അപ്പൊ ഈ ബിസിനസ്സുകാർ എപ്പോഴും പറയും ഒരു ബിസിനസ്സുകാരൻ ഒരുപാട് യാത്ര ചെയ്യണം. ബിസിനസ്സുകാരെന്നല്ല, ഏതൊരു വ്യക്തിയും ഒരു യാത്ര പോകണം. ക്യൂക്കമേഴ്സ് ആയിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ബിസിനസ്. കാരണം യങ് ജനറേഷൻ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ അത് പഠിക്കാനും അത് അറിയാനും ഗോൾ ഓറിയന്റഡ് ആയിട്ട് പോകണം എന്നാണ് ഏതൊരു വ്യക്തിനോടും ഞാൻ പറയാം. കാരണം നമ്മളെ ലൈഫിൽ എല്ലാം ഒരുപോലെ ആവണം നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പാടില്ല. പണ്ട് നമ്മള് വീടുകളിലൊക്കെ കൊപ്ര ആട്ടി ഉണ്ടാക്കിയിരുന്ന വെളിച്ചെണ്ണയിൽ പാകം ചെയ്യുന്ന ഭക്ഷണങ്ങൾ ഭയങ്കര രുചിയായിരുന്നു. അപ്പൊ അതേ പ്യൂരിറ്റിയിൽ വെളിച്ചെണ്ണയെ എതു എന്ന ബ്രാൻഡിലൂടെ മാർക്കറ്റിൽ എത്തിച്ച ഒരു വിഷണറിയുടെ കൂടെയാണ് നമ്മൾ ഇന്നുള്ളത്. വി വെൽക്കം സൈമ നദീം ടു സ്റ്റാർട്ടപ്പ് കേരള. താങ്ക് യു സോ മച്ച്. അപ്പൊ സൈമ, ഞാൻ നിങ്ങളെ ബ്രാൻഡിനെ പറ്റി കേട്ട് അതിനെ പറ്റി റിസർച്ച് ഒക്കെ ചെയ്തപ്പോ എനിക്ക് ആദ്യമായിട്ട് ഒരു ആകാംക്ഷ തോന്നിയതാണ് നിങ്ങളെ ആ ഒരു പേര് എദ്വി. ആ വേർഡ് എങ്ങനെയാണ് നിങ്ങൾ കണ്ടെത്തിയത്? അതിനൊരു പ്രത്യേക മീനിങ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, എദ്വി എന്ന് പറയുന്ന വേർഡിന് പ്രത്യേകിച്ച് യാതൊരു മീനിങ്ങും ഇല്ല. ഞാനൊരു കുക്ക്ഡ് ആയിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് നെയിമാണ് എദ്വി. അത് ജസ്റ്റ് ഞാൻ ഏർത്ത് എന്നുള്ള ഒരു കണക്ഷൻ വരാൻ വേണ്ടിയിട്ട്, ഒരു ഏർത്ത് എന്നുള്ള കോൺസെപ്റ്റിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഒരു ബ്രാൻഡ് നെയിമാണ് എദ്വി. അത് ഞാൻ അതിന്റെ ലോഗോയിൽ തന്നെ ഞാനത് ജസ്റ്റ് പ്ലേസ് ചെയ്തപ്പോൾ എനിക്കത് ഒരു ഉറപ്പുമാണായിരുന്നു. ഏർത്ത് എന്നുള്ള കൺസെപ്റ്റ്, നാച്ചുറൽ പ്യുവർ എന്നുള്ളൊരു കൺസെപ്റ്റ് കസ്റ്റമേഴ്സിലേക്കും അതേപോലെ യൂസ് ചെയ്യുന്ന ഏത് ആൾക്കാർക്കും അത് കിട്ടണം എന്നുള്ള രീതിയിലാണ് ഞാൻ ആ ബ്രാൻഡും ആ ലോഗോവും ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളത്. എന്താ പറയാ, ലോഗോ കണ്ടാൽ തന്നെ അറിയാം മേലെ സ്കൈ, പിന്നെ ലാൻഡ്, പിന്നെ വാട്ടർ, അങ്ങനെയുള്ള ഒരു കൺസെപ്റ്റിലാണ് ഞാൻ അത് കൊടുത്തിട്ടുള്ളത്. അതെ, നേച്ചർ എന്നുള്ള കൺസെപ്റ്റിന് അത് ജസ്റ്റ് പ്യുവർലി ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിലാണ് ഞാൻ അത് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് നാച്ചുറൽ ആൻഡ് പ്യുവർ. ഇനി അതിന് വേറൊരു വാക്കും വരണ്ട എന്നുള്ള രീതിയിൽ ഞാൻ പ്ലേസ് ചെയ്തിട്ടുള്ളതാണ് ബ്രാൻഡ് നെയിം ആൻഡ് അതിന്റെ ലോഗോ. അതുപോലെ നിങ്ങളെ ബിസിനസ് ഞാൻ ശ്രദ്ധിച്ചപ്പോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ക്ലോത്തിങ്, അതുപോലെ കഫേസ്, അതിലേക്കൊക്കെയുള്ള ആൾക്കാർ ഒരു സേഫ് സോൺ ആണ്, ഒന്ന് ട്രെൻഡിങ്ങും ആണ്. അതിലേക്കാണ് എല്ലാവരും ബിസിനസ് ഒന്ന് സെറ്റ് ചെയ്യുക. പക്ഷെ നിങ്ങൾ എങ്ങനെയാണ് ഈ വെളിച്ചെണ്ണയ്ക്ക് എത്തിപ്പെട്ടത്? വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സ് അല്ലെങ്കിൽ ഒരുപാട് എക്സ്ക്യൂസ് ഞാൻ നോക്കിയിരുന്നു എന്ത് എന്റെ ബ്രാൻഡിൽ ചെയ്യാന്ന്. പക്ഷെ എനിക്കതൊക്കെ സ്റ്റഡി ചെയ്തപ്പോ എനിക്ക് ആ കൺസെപ്റ്റിലെല്ലാം കൂടെ പിന്നെയും ഞാൻ വർക്ക്ഔട്ട് ചെയ്തപ്പോ എനിക്ക് വന്നത് വെളിച്ചെണ്ണയിലാണ്. കാരണം കേരളത്തില് ഉള്ള ഒരു സാധനം നമ്മളുടെ സറൗണ്ടിങ്സിന് കിട്ടുന്ന, എനിക്ക് പ്രൊക്വയർ ചെയ്യാൻ പറ്റുന്ന, എനിക്ക് സ്റ്റഡി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ്. അപ്പോ അതിലൊക്കെ ഞാൻ കൂടുതൽ ഞാൻ സംസാരിച്ചും ആൾക്കാരോട് അറിഞ്ഞും വന്നപ്പോ, പിന്നെ എന്റെ നദീംക്ക്, എന്റെ ഹസ്ബൻഡ്, ഞാൻ അവരോട് ഡിസ്കസ് ചെയ്തപ്പോ എന്നോട് പറഞ്ഞത് അത് നല്ലൊരു കൺസെപ്റ്റാണ്, നിനക്ക് സ്റ്റഡി ചെയ്യാനും അതേപോലെ പ്രിക്വയർ ചെയ്യാനും പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് നിലവിലുള്ള മാർക്കറ്റ് എങ്ങനെയാ പഠിക്കാനും കഴിയും. സോ അങ്ങനെയാണ് കോക്കനട്ട് ഓയിലിലേക്ക് ഞാൻ വന്നത്. സോ കോക്കനട്ട് ഓയിൽ ഒരു ജസ്റ്റ് ഫസ്റ്റ് ലൈൻ എന്നുള്ള രീതിയിൽ ഞാൻ കൊടുത്തപ്പോ എവ്രി വൺ എന്നെ എൻകറേജ് ചെയ്തു. കാരണം നമ്മളെ ഈ സറൗണ്ടിങ്സിൽ അല്ലെങ്കിൽ നമ്മളുള്ള മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്ന കോക്കനട്ട് ഓയിൽ എന്ന് പറയണത് എല്ലാതും ഈ ട്രഡീഷണൽ വേ അല്ല. അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ ഒരു ബ്രാൻഡിൽ ഞാൻ കോക്കനട്ട് ഓയിൽ ചെയ്യുകയാണെങ്കിൽ ട്രഡീഷണൽ മെത്തേഡിൽ എങ്ങനെയാണോ വീട്ടില് ഉമ്മമാര് അല്ലെങ്കിൽ അമ്മമാര് ചെയ്യുന്നത്, അവരുടെ കൊപ്രയിലാട്ടി വെളിച്ചെണ്ണ എങ്ങനെയാണോ ഉണ്ടാക്കുന്നത്, അതേപടി ഞാൻ സൺലൈറ്റില് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തില് ഞാൻ എന്റെ വെളിച്ചെണ്ണ അതേപോലെ തന്നെ ഞാൻ കസ്റ്റമേഴ്സിലേക്കും കൊടുക്കും. ആ ട്രസ്റ്റ്ഫുൾ ഞാൻ കൊടുക്കണം എന്ന് ഞാൻ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ബ്രാൻഡിൽ ഞാൻ ഫസ്റ്റ് കോക്കനട്ട് ഓയിൽ ചൂസ് ചെയ്തത്. എന്റെ ഹസ്ബൻഡിന്റെ ഫാമിലി ഒരുപാട് വർഷമായിട്ട് FMCG ബിസിനസ്സിൽ സജീവമായിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ നദീം, എന്റെ ഹസ്ബൻഡ്, അവര് പാൻ ഇന്ത്യ ഇൻഡോമി എന്ന് പറയുന്ന ബ്രാൻഡും അതേപോലെ മറ്റുള്ള ബ്രാൻഡ്സ്, ഒരുപാട് ഇന്റർനാഷണൽ ബ്രാൻഡ്സ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ബിസിനസ്സിലേക്കുള്ള താല്പര്യം ഫുഡിനാവാൻ കാരണം മെയിനായിട്ട് അവർ ചെയ്യുന്ന ബിസിനസ് എനിക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് അവിടെ നിന്നാണ് ഉണ്ടായത്. കാരണം നമ്മൾ ചെയ്യുന്ന എന്ത് ഐഡിയാസും അവര് ഡെയിലി അവർ പറയുന്ന ഓരോ കോൺവെർസേഷനും നമുക്ക് അത് ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഞാൻ ഫുഡ് ബിസിനസ്സിലേക്ക് തന്നെ അവര് ചെയ്യുന്നത്. അപ്പോ അത് കേട്ട് തന്നെ നമുക്ക് ഒരു കാര്യം, നമുക്ക് ഇത്രയും സപ്പോർട്ടും സിസ്റ്റം ഒക്കെ ഉണ്ടാകുമ്പോ നമുക്ക് ഓൾറെഡി ഒരു ഡെവലപ്പ് ചെയ്ത ഒരു മാർക്കറ്റ് ഉണ്ട്, അതേപോലെ അവർക്കൊരു ബ്രാൻഡും കാര്യങ്ങളും എല്ലാം അവർക്ക് ഐഡിയാസ് ഉണ്ട്. അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഇന്നോവേഷനും കൊണ്ട് വരുമ്പോൾ അവരും ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. ഇങ്ങനെ ഒരു ഫുഡ് ബ്രാൻഡ്, പുതുതായിട്ടുള്ള ഒരു ഫുഡ് ബ്രാൻഡ്, ഇങ്ങനെ ഒരു കോൺസെപ്റ്റ്. അപ്പോ ഉണ്ടായിരുന്ന ആ ഒരു ഡെവലപ്മെന്റിൽ എനിക്കും കൂടെ
ഒരു സ്ഥാനം കിട്ടും എന്ന് പറഞ്ഞപ്പോ ഐ തോട്ട് ഐ ഡു ദ ഫുഡ് ബിസിനസ്. അങ്ങനെ വന്നതാണ് എദ്വി. സൽമയുടെ എഡ്യൂക്കേഷൻ ഹിസ്റ്ററി ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ആദ്യം ഡ്രോപ്പ് ഔട്ട് ചെയ്തു, പിന്നീട് മാരേജ് ഒക്കെ കഴിഞ്ഞ് പിന്നീട് പഠിച്ച് ഗ്രാജുവേഷൻ ഒക്കെ നേടിയ അതെ ആളാണ്. അതെ, ഞാൻ ആദ്യം എഞ്ചിനീയറിംഗ് ആയിരുന്നു. ഞാനത് 1.5 years ഞാൻ പോയിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് ഞാൻ പിന്നെ ചെയ്തത് BBA ആയിരുന്നു. അത് എനിക്ക് ഞാൻ ജസ്റ്റ് ഒരു 2 മാസം പോയോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോഴാണ് ഞാൻ പ്രഗ്നന്റ് ആയത് ഫസ്റ്റ് ബേബിനെ. പിന്നീട് എനിക്കത് എന്തായാലും കോളേജിൽ പോവുക, അറ്റൻഡൻസ് കിട്ടുക, ഇതൊക്കെ എന്തായാലും എനിക്ക് അത് ഇഷ്യൂ ആവുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. കാരണം ബേബി ആയി കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ നേരെ അത് പേപ്പേഴ്സ് ഒക്കെ വാങ്ങി ഞാൻ നേരെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിസ്റ്റൻസിന്റെ അവിടെ പോയി ഞാൻ കീഴടങ്ങി. ഡിസ്റ്റന്റ് ആയിട്ട് ചെയ്തു. അവിടെ ഞാൻ BA ഇംഗ്ലീഷ് ആണ് ലിറ്ററേച്ചർ എടുത്തിരുന്നത്. അപ്പോ ആ ഒരു കാലയളവ് 3 വർഷം ഞാൻ അങ്ങനെ വീട്ടിലിരുന്നുകൊണ്ടും എക്സാം എഴുതാൻ വേണ്ടി കോളേജിൽ പോയി. അങ്ങനെ ഫുൾ ഡിസ്റ്റന്റ് ആയിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ഞാൻ പഠിച്ചിറങ്ങി. ആൻഡ് പിന്നെ MA ഇംഗ്ലീഷ് ഞാൻ PG എടുത്തു. PG എടുത്തു. അതും എനിക്ക് രണ്ടാമത് മോൻ പ്രഗ്നന്റ് ആയിരുന്നു. അതും ഞാൻ 2 മക്കളെ വെച്ച് PG അതും ഞാൻ കണ്ടിന്യൂ ചെയ്തു. ഇപ്പൊ അവിടെ ഇരിക്കുന്നു. അപ്പോ ആ ടൈമിൽ തന്നെ ബിസിനസ് എന്നുള്ള ഒരു ഐഡിയ മനസ്സിലുണ്ടായിരുന്നു? ആ ടൈമില് ഞാൻ വിചാരിച്ചിരുന്നു വെറുതെ ഇരിക്കണ്ടെന്ന്. എന്തായാലും ഞാൻ വിചാരിച്ചിരുന്നു എന്തെങ്കിലും ഒന്ന് ചെയ്യണം. പക്ഷെ ഇന്നത് ചെയ്യണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഒരു കൺസെപ്റ്റ് മനസ്സിൽ എനിക്ക് എന്തെങ്കിലും ഒന്ന് വെറുതെ ഇരിക്കാൻ ഞാൻ വിചാരിച്ചില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. നിങ്ങൾ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, വെളിച്ചെണ്ണൊക്കെ ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ആയി വരുന്നതിന്റെ മുന്നേ തന്നെ ഇങ്ങനെ ബ്രാൻഡാക്കി തുടങ്ങി. അപ്പോ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നേരിട്ടിരുന്നത് പറഞ്ഞാൽ ഞാനൊരു പുതിയ ഒരു ആളാണ്. എനിക്ക് ഈ ഫീൽഡിനെ പറ്റി യാതൊരു അറിവുമില്ല. ഇതിപ്പോ വെളിച്ചെണ്ണ ഉണ്ടാക്കാനും അതൊരു കുപ്പിയിലാക്കാനും ബോട്ടിലാക്കാനും പാക്കേജ് ആക്കാനും ബുദ്ധിമുട്ടില്ല. പക്ഷെ അത് മാർക്കറ്റിൽ കൊടുന്ന കസ്റ്റമേഴ്സിന്റെ ഇഷ്ടവും പ്രീതിയും അവരത് സന്തോഷത്തോടെ വാങ്ങുക, അതൊക്കെ ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് പ്രോസസ്സാണ്. കാരണം നമ്മൾ മലയാളികൾക്ക് എപ്പോഴും ഉണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ടത് എപ്പോഴും സ്ഥിരമായി വാങ്ങുക, അല്ലെങ്കിൽ അതിലൊരു ട്രസ്റ്റ് കീപ്പ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. അപ്പോൾ അത് മറിച്ചൊരു ചിലപ്പോൾ ചിന്തിക്കുന്ന ആൾക്കാരാവില്ല പലരും. അപ്പോ അതിൽ ഒരാളാകണം, എൻ്റെ ഒരു ബ്രാൻഡ് ആകണം എന്നുണ്ടെങ്കിൽ ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കണം. അപ്പോ ആ ഒരു സ്ട്രഗിൾ ഫസ്റ്റ് തൊട്ടേ എനിക്ക് ഉണ്ടായിരുന്നു. അറിയാത്തൊരു പേര് എന്താണ്, എദ്വിന്ന് എന്താന്നുള്ളത് ആളുകൾക്ക് അറിയില്ല. പിന്നെ എന്റെ കോക്കനട്ട് ഓയിൽ എങ്ങനെ ചെയ്താണ്, അതെങ്ങനെ ട്രസ്റ്റ്ഫുൾ ആണോ. ഇപ്പോ വിപണിയിലാണെങ്കിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മായമുള്ള വെളിച്ചെണ്ണകളുണ്ട്. അപ്പോ ദിവസേന ഫുഡ് എക്സ്പേർട്ട് ഇങ്ങനെ ഡെയിലി ഓരോന്ന് പിടിച്ചോണ്ടിരിക്കുന്നത് അന്ന് ക്വാളിറ്റി വൈസ് മോശമാണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവിടെ ഞാൻ എൻ്റെ ഒരു കോക്കനട്ട് ഓയിൽ പ്രൈസ് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് വാങ്ങാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളൊരു സംശയം എനിക്ക് എന്തായാലും ഉണ്ടായിരുന്നു. അപ്പൊ അത് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ കുറച്ച് ടൈം എടുത്തു. അത് ഉണ്ടാക്കിയെടുത്തപ്പോ ആളുകളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം. ഇപ്പോ നിങ്ങളൊരു ഇന്റർവ്യൂല് ഞാൻ കേട്ടിരുന്നു, അതായത് എന്റെ കുട്ടികൾക്ക് പ്യുവർ ആയിട്ടുള്ള ഫുഡ്, പ്യുവർ ആയിട്ടുള്ള വെളിച്ചെണ്ണയിൽ ചെയ്തു കൊടുക്കണം. കുട്ടികൾക്ക് പാചകം ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് നമ്മൾ വെളിച്ചെണ്ണയാണ്. അതെ, അപ്പൊ അത് നിങ്ങളെ ബ്രാൻഡിൽ അത് നമ്മള് ഏതൊരു വ്യക്തി നമ്മള് രാവിലെ എണീച്ചാല് ഒരു എണ്ണയിൽ കാച്ചി ചട്ടിനിയോ അല്ലെങ്കിൽ എണ്ണയില്ലാത്ത യാതൊരു സംഭവം നമ്മൾ ആദ്യം കുക്ക് ചെയ്യാൻ നിൽക്കുന്നുണ്ടാവില്ല. ഇപ്പോ ഇപ്പൊ എല്ലാരും ഹെൽത്ത് ആയിട്ട് ഭയങ്കര കോൺഷ്യസ് ആണ്. ഇപ്പത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാല് ഫാസ്റ്റ് ഫുഡും ജങ്ക് ഫുഡും എല്ലാം ഡെയിലി ഒരു ക്യാപ്സ്യൂള് പോലെ കഴിക്കുന്ന കുട്ടികളായിരിക്കും. അപ്പോൾ എത്രയും നമ്മളെ അമ്മമാരാണെങ്കിലും വീട്ടിൽ ആരാണെങ്കിലും ഹെൽത്ത് ബെനിഫിറ്റ് ആയിട്ട് നോക്കി എന്തും പർച്ചേസ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പൊ അത് ചുരുക്കം നമ്മളെ മാർക്കറ്റിൽ ഭയങ്കര ചുരുക്കമാണ് ക്വാളിറ്റി ഫുഡ്സ് കിട്ടുക എന്നുള്ളത്. അപ്പോ ഞാൻ എൻ്റെ വീട്ടിൽ എങ്ങനെയാണോ, അല്ലെങ്കിൽ നമ്മളെല്ലാരും തനിമയോടെ ഉണ്ടാക്കുന്ന ഒരു വെളിച്ചെണ്ണ എങ്ങനെയാണോ അത് കുപ്പിയിലാക്കി കിട്ടാൻ അല്ലെങ്കിൽ ബോട്ടിലാക്കി നമുക്ക് കസ്റ്റമേഴ്സിലേക്ക് കൊടുക്കാൻ കഴിയാന്നുള്ള ഒരു ചിന്തയിലാണ് ഞാൻ അങ്ങനെ ഒരു ട്രഡീഷണൽ വേയിലാണ് എൻ്റെ വെളിച്ചെണ്ണ ഞാൻ ചെയ്യാൻ വിചാരിച്ചത്. അപ്പോൾ ഞാനത് സൺഡ്രൈഡ് ചെയ്തു. നമ്മൾ എങ്ങനെയാണോ വീട്ടിൽ ചെയ്യുന്നത് അതേപോലെ ചെത്തി സൺഡ്രൈഡ് ചെയ്ത് അത് ഞാൻ ഡ്രൈ ചെയ്ത് അതേ സെയിം പ്രോസസ്സ് എങ്ങനെയാണോ വീട്ടിൽ ചെയ്യുന്നത് അതേ സെയിം പ്രോസസ്സ് ഞാൻ എൻ്റെ വെളിച്ചെണ്ണയിലും കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളമ്മമാരൊക്കെ പണ്ട് ചെയ്തിരുന്ന അതേ പ്രോസസ്സ് ചെത്തി വെളിച്ചെണ്ണ ആക്കി അതേ പ്രോസസ്സ് തന്നെയാണ് ഞാനും
ചെയ്യുന്നത്. ഞാൻ അതിന്റെ ലൈഫ് കൂടുതലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോസ്റ്റിംഗ് പ്രോസസ്സും കൂടെ ചെയ്യും. റോസ്റ്റിംഗ് പ്രോസസ്സ് ചെയ്താൽ ഈ വെളിച്ചെണ്ണയുടെ ഫ്രേഗ്രൻസും കൂടും, അതേപോലെ അതിന്റെ ലോങ് ലൈഫ് ഈട് നിൽക്കാനും ഉണ്ടാവും. അപ്പോ കുരുമുളക് ഇടും, നമ്മളെ ഉമ്മമാരും അമ്മമാരൊക്കെ കുരുമുളക് ഇടും വെളിച്ചെണ്ണയിൽ, ഉപ്പും വെളിച്ചെണ്ണയില് കുരുമുളകും ഒക്കെ ഇടാം. അത് ലൈഫ് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഞാനിവിടെ ചെയ്യുന്ന എന്തായാലും എനിക്ക് കുരുമുളക് ഇടാൻ പറ്റത്തില്ല, അല്ലല്ല. ഉപ്പും കുരുമുളകൊന്നും പറ്റത്തില്ല. അപ്പൊ ഞാനത് റോസ്റ്റിംഗ് പ്രോസസ്സാണ് എന്റെ വെളിച്ചെണ്ണയിൽ ചെയ്യുന്നത്. സൈമയുടെ ഇൻസ്റ്റാഗ്രാം ഞാൻ നോക്കിയപ്പോ അതിൽ ഒരുപാട് യാത്രകൾ ചെയ്തതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ബിസിനസ്സുകാർ എപ്പോഴും പറയും ഒരു ബിസിനസ്സുകാരന് ഒരുപാട് യാത്ര ചെയ്യണം, അതിൽ നിന്ന് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. അപ്പൊ നിങ്ങളെ യാത്രകള് നിങ്ങളെ ബിസിനസ്സിനെ സഹായിച്ചിട്ടുണ്ടോ, അതോ നിങ്ങളെ പേഴ്സ്പെക്റ്റീവ് ചേഞ്ചോ അങ്ങനെ എന്തിനേലൊക്കെ സഹായിച്ചിട്ടുണ്ടോ? ഉണ്ട്, ഒരുപാട്. നമ്മളെ ഓരോ യാത്ര ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിട്ട് കിട്ടുക. അത് നമ്മൾ പേഴ്സണലി ആണെങ്കിലും പ്രൊഫഷണലി ആണെങ്കിലും ഡിഫറൻസ് ഉണ്ട്. ഓരോ സ്ഥലത്ത് പോകുമ്പോൾ ഞാനും നദീംക്കും സംസാരിക്കാൻ ചിലപ്പോ ഈ ഓരോ കടകൾ കാണുമ്പോൾ ഇവിടെ ഈ കടകളാണ് കൂടുതൽ, അല്ലെങ്കിൽ ഇത്തരം കടകളാണ് കൂടുതൽ, ഇത്തരം കച്ചവടക്കാരാണ് കൂടുതൽ എന്ന് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. സോ അത് വേറൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മള് പോകുന്ന വഴിക്ക് ആരെല്ലാം കാണുന്നു, അവരൊക്കെ എന്തെല്ലാം ചെയ്യുന്നു, ഇതൊക്കെ നമ്മള് പറയണമെന്ന് വിചാരിച്ച് പറയില്ല, പക്ഷെ പ്രോബബ്ലി നമ്മളെ ടോക്കില് അങ്ങനെ വരും. അപ്പൊ പിന്നീട് എന്തായാലും ആ ഒരു വഴി പോകുന്ന കച്ചവടക്കാരെ പറ്റിയായിരിക്കും, അല്ലെങ്കിൽ അവിടെയുള്ള ആ സ്ഥലം ആളുകളെ പറ്റിയായിരിക്കും, അവരുടെ സംസാരങ്ങള് അല്ലെങ്കിൽ അവരുടെ ആക്ടിവിറ്റീസ്. ഇപ്പൊ അടുത്ത് ഞങ്ങൾ ലഡാക്ക് പോയപ്പോ ഭയങ്കര ഒരു പ്രൊഫഷണലി അല്ലെങ്കിലും പേഴ്സണൽ ഡെവലപ്മെന്റ് ഞങ്ങൾക്ക് ഭയങ്കര എക്സ്പീരിയൻസിന്റെ ആയിട്ടുള്ള ഒരു ജേർണി ആയിരുന്നു ലഡാക്ക്. കാരണം നമ്മൾ ഭയങ്കര മെച്ചോർഡ് ആണെന്നുള്ള രീതിയിൽ നമ്മള് മക്കളെയൊക്കെ കൂട്ടിയിട്ട് നല്ല അഡ്വഞ്ചറസ് ആയിട്ട് പോവാന്ന് വിചാരിച്ചു ഒരുപാട് അബദ്ധങ്ങൾ പറ്റിയൊരു ഒരു ഞങ്ങൾക്ക് ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് ആ ജേർണി എന്ന് പറഞ്ഞാല്. അപ്പോ സത്യം പറഞ്ഞാൽ നമ്മള് ബിസിനസ്സുകാരെന്നല്ല, ഏതൊരു വ്യക്തിയും ഒരു യാത്ര പോകണം. അത് ഊട്ടിയാണെങ്കിലും മൈസൂരാണെങ്കിലും എവിടെയാണെങ്കിലും ഒരു യാത്ര ഒറ്റയ്ക്ക് പോവുക, അല്ലെങ്കിൽ കൂട്ടത്തിലുള്ള ആരെങ്കിലും കൂട്ടി പോവുക, അത് നമുക്കൊരു സെൽഫ് ഡെവലപ്മെന്റിനും അതേപോലെ നമുക്ക് ഉണ്ടാവുന്ന ഒരു സ്ട്രെസ്ഫുൾ ലൈഫിന് റിലീഫ് ആവാൻ വേണ്ടിയിട്ട് ഒരു യാത്ര എന്തായാലും പോകണം. ഇപ്പോഴത്തെ ഏതൊരു യാത്ര പോയിട്ട് മഞ്ഞില് കളിക്കുന്ന കണ്ടിട്ട്, അതെ, അത് ആ സ്ത്രീയുടെ സന്തോഷമാണ്. കാരണം നമ്മള് ജീവിതത്തിലെ ഇത്രയും കാലം ആ സ്ത്രീ അവരുടെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചതെന്ന് പറഞ്ഞു. ഇനി അത് സ്വന്തമായിട്ട് സന്തോഷം കണ്ടെത്തണം. എനിക്ക് സത്യം പറഞ്ഞാൽ ഉമ്മച്ചിനെ കണ്ടിട്ട് നല്ല സന്തോഷം തോന്നി. സന്തോഷം കൊണ്ട് അവര് മഞ്ഞില് കിടക്കുന്നു, കളിക്കുന്നു. ചെറിയൊരു ലൈഫിൽ ചിലപ്പോ ഒരു വലിയ എക്സ്പീരിയൻസ് ആദ്യമായിട്ട് അത് ചെയ്യുമ്പോ നമുക്ക് ഏതൊരു കാര്യവും നമ്മൾ ചെയ്യുമ്പോഴല്ലേ നമുക്ക് അറിയുള്ളൂ. നമ്മൾ വീട്ടിലിരുന്നുകൊണ്ട് അത് വീട്ടിൽ നിന്ന് ടി വിയിൽ കണ്ടിട്ട് നമുക്ക് അതൊരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടില്ലല്ലോ. നമ്മളവിടെ ചെല്ലുക, കാണുക, അതിന്റെ സന്തോഷം കണ്ടെത്തുമ്പോ തന്നെ നമുക്ക് ഏതൊരു കാര്യവും നമുക്ക് അതറിയുള്ളൂ. ഞാൻ നേരെ തിരിച്ചാണ്. പേഴ്സണലി ഞാൻ യാത്രകൾ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളല്ല. സുഹൃത്തുക്കൾ അവരെ ഇടയിൽ ഇരുന്ന് സംസാരിക്കാൻ സുഹൃത്ത് വലയങ്ങളും അടിപൊളിയാട്ടോ. കാരണം നമുക്ക് ലൈഫിൽ ഒരു റിലീഫ്, യാത്ര ചിലപ്പോ പോയിന്നുകൊണ്ട് നമുക്ക് റിലീഫ് ആവണമെന്നില്ല. എല്ലാരും ആ സന്തോഷം കണ്ടിട്ട് ചിലവര് സോളോ ട്രിപ്പ് പോകുന്നുണ്ട്. എല്ലാരും ചോദിക്കും സോളോ ട്രിപ്പ് പോയാൽ ഒറ്റയ്ക്ക് പോയാൽ എന്ത് രസമുള്ളത്. പക്ഷെ അവർക്ക് അതായിരിക്കും റിലീഫ്. ഒരു യാത്ര ചെയ്യുന്നത് അതായിരിക്കും റിലീഫ്. ഫുഡ് കഴിക്കാൻ പോകും, ചിലവർക്ക് അതായിരിക്കും ഇഷ്ടം. അപ്പൊ എന്താണോ നമ്മളെ ഇഷ്ടം നമ്മളത് ചെയ്യാന്നുള്ളതാണ്. അതിന് കൂട്ടത്തിൽ പോണമെന്നോ ഒന്നുമില്ല. അപ്പൊ ഒരു വ്യക്തിപരമായിട്ടാണെങ്കിലും ഒരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിലും യാത്രകൾ ചെയ്യണത് നല്ലതാണ്. യാത്ര ചെയ്യുന്നത് ഒരുപാട് നല്ലതാണ്. യാത്ര ചെയ്യുന്നതിൽ നമ്മളെ സ്വഭാവത്തിനാണെങ്കിലും നമ്മളെ പേഴ്സണൽ ഹാപ്പിനെസ്സിനാണെങ്കിലും ഒരുപാട് വ്യത്യാസം ഉണ്ടാവും. ഒരു സ്ട്രെസ്ഫുൾ ലൈഫിൽ നിന്ന് നമുക്ക് ഭയങ്കര റിലീഫ് ഉണ്ടാവും. അപ്പൊ ഒരു ടയർ പൊട്ടിയാൽ നമുക്ക് അതായിരിക്കും സംഭവം, അല്ലെങ്കിൽ പെട്രോൾ തീർന്നാൽ അതായിരിക്കും സംഭവം. അപ്പോ ഇതൊക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. ഈ യാത്രകളെ പറ്റി പറഞ്ഞപ്പോ ജിന്ദഗി നാ മിലേഗാ ദോ ബാർ അതില് ഋതിക് റോഷൻ സ്കൂബ ഡൈവിംഗ് ഒക്കെ ചെയ്തിട്ട് ആള് വരുമ്പോ ആളെ പെർസ്പെക്റ്റീവ് മാറിപ്പോവും. അതെ, നിങ്ങള് സ്കൈ ഡൈവിംഗ് ചെയ്തിരുന്നില്ല? അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്ത ആൾക്കാർ പറയും എനിക്ക് അതിന്റെ പേടിയൊക്കെ മാറി, കുറച്ച് ധൈര്യമൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ചേഞ്ച് സംഭവിച്ചു? ഞാൻ അത്ര ധൈര്യം ഉണ്ട് എന്ന് വിചാരിച്ച് ചാടിയതൊന്നുമല്ല. ഞാന് ഒരു ഈ ഓരോ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിന്റെ കാലഘട്ടമാണ്. അപ്പൊ ഓരോരുത്തര് ഞാൻ ഏതൊരു 100 എത്രയോ വയസ്സായ ഒരു സ്ത്രീ, 100 വയസ്സായ സ്ത്രീയാണ്, ഞാൻ ഇത്ര ഓർക്കുന്നില്ല, ഒരു ഇംഗ്ലീഷ് സ്ത്രീയാണ്. അവര് സ്കൈ ഡൈവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് കണ്ടപ്പോ എനിക്ക്
അവരത്രയും ഏജ്ഡ് ആയിട്ടുള്ള ഒരു സ്ത്രീ സ്കൈ ഡൈവ് ചെയ്യണ കണ്ടപ്പോ എനിക്കത് ഭയങ്കര ആ. ഇതായി. അവര് 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 ചെയ്യുന്നുണ്ട് എന്തുകൊണ്ട് ചെയ്തല്ലോ. എനിക്ക് ചെയ്തുകൂടാ? എനിക്കും അത് ചെയ്യാൻ അത്രയും ഇയേഴ്സ് എടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അതെ നമുക്ക് ആ ആഗ്രഹം ഉണ്ടെങ്കിൽ ചെയ്യാം. പക്ഷെ ധൈര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ആ സ്ത്രീ ചെയ്തത് കണ്ടപ്പോ എനിക്കും ചെയ്യാന്നുള്ളൊരു കോൺഫിഡൻസിൽ ചെയ്തതാണ്. അത് മറ്റൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സത്യം പറഞ്ഞാല്. ചാടുന്നതിന് മുന്നേ നമുക്ക് ഭയങ്കര ശുഭാപ്തി വിശ്വാസം നല്ലതാണെന്ന് പറയും. പക്ഷെ എനിക്കത് ഉണ്ടായിരുന്നില്ല. ചാടി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അത്ര ധൈര്യമൊന്നുമില്ല. പക്ഷെ ആ ഫ്ലൈ ചെയ്ത് നിൽക്കുമ്പോ വല്ലാത്തൊരു സന്തോഷം. ഒരു ഇതുവരെ ഡിഫറെന്റ് അതെ. എക്സ്പീരിയൻസ്. ഇതുവരെ കാണാത്ത എല്ലാതും മേലെന്ന് ഇങ്ങനെ കണ്ടപ്പോ ഒരുപാട് സന്തോഷം. ഈ ഒരു 10 വർഷത്തിന്റെ ഉള്ളില് ബൂമാവാൻ സാധ്യതയുള്ള ഇൻഡസ്ട്രികളെ കുറിച്ച് നിങ്ങളൊരു കാഴ്ചപ്പാടില് അതെന്തായാലും ഞാൻ പറയുള്ളൂ ഗ്രീൻ എനർജി അല്ലെങ്കിൽ നമ്മളെ മെഡിക്കൽ ഫീൽഡ് ആയിരിക്കും. കാരണം ആഹ് ഇപ്പോ ഇപ്പൊ ഏതൊരു പ്രൊഡക്റ്റ് ഇപ്പൊ ഞാൻ പേഴ്സണലി ഞാൻ പറയാം, ഞാൻ ഇപ്പൊ ഒരു ബിസിനസ് റിലേറ്റഡ് ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ ഗ്രീൻ എക്കോ സിസ്റ്റത്തിന് അനുസരിച്ചിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ഒരുപാട് പേര് ചെയ്യുന്നത്. ചകിരി കൊണ്ട് ഓരോ പ്രൊഡക്ട്സ് ഉണ്ടാക്കുക, അല്ലെങ്കിൽ ബാംബു ട്രീസ് കൊണ്ടുള്ള പ്രൊഡക്റ്റ്, ഇങ്ങനെ ഗ്രീൻ ആയിട്ടുള്ള നമ്മളെ എക്കോ സിസ്റ്റത്തിന് ഹാബിറ്റ് നേച്ചർ ഫ്രണ്ട്ലി അല്ലേ? നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് കൂടുതൽ ചെയ്യുന്നത്. അതെന്ന് വെച്ചാൽ അതേക്കാൾ ഇനി ഗ്രോ ചെയ്യുക. കാരണം ഇപ്പൊ നമ്മളുടെ പൊല്യൂട്ടഡ് ആയിട്ടുള്ള ഈ എൻവയോൺമെന്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യാനും അതിന് ഹാബിറ്റ് ബെറ്റർ ചെയ്യാൻ ടാഗ് ലൈൻ അതെ ആണല്ലോ അല്ലെ? അതെ അതെ അതിന് ഹാബിറ്റ് ചെയ്യാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടാവുക. അതായിരിക്കും ഇനി ഏതൊരു വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനും അതിന് പ്രൊമോട്ട് ചെയ്യാനേക്കാളും ഇനി കൂടുതലും ഉണ്ടാവുക. അതേപോലെ തന്നെയാണ് മെഡിക്കൽ ഫീൽഡും. ഇപ്പോ അസുഖങ്ങളാണെങ്കിലും അതേപോലെ കൊറോണ ഒക്കെ കുറവൊന്നുമില്ല. കഴിഞ്ഞിരിക്കണം അതെ, നമ്മള്. കൊറോണ കഴിഞ്ഞ് ഇനി അടുത്തൊരു മഹാമാരി എന്നൊക്കെ പറഞ്ഞ് അതെ. പ്രതീക്ഷയിലിരിക്കുന്ന ജനങ്ങളാണ് നമ്മളെല്ലാരും. അപ്പോ അത് രണ്ടും ആയിരിക്കും എനിക്ക് തോന്നുന്നു. ആൻഡ് ഇൻ കേസ് ഇനിയിപ്പോ നമ്മളെ ബിസിനസ്സിൽ പറയുകയാണെങ്കിൽ ഐ തിങ്ക് ക്യൂക്കമേഴ്സ് ആയിരിക്കും ഇനി ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യാൻ പോകുന്ന ബിസിനസ്. കാരണം ഇപ്പോഴും ഗ്രോ ചെയ്യാന്നല്ല, ഇപ്പോ അതാണ് ഏറ്റവും കൂടുതൽ മൂവബിൾ ബിസിനസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ ഒരുപാട് പ്രൊഡക്റ്റ് നമ്മൾ ക്വിക്കമേഴ്സിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോ എത്രയും ഒരു 5 മിനിറ്റ്സിലോ 10 മിനിറ്റ്സോ നമ്മളെ വീട്ടിൽ നമുക്ക് ക്രേവിംഗ് ഉള്ള സാധനങ്ങൾ നമ്മുടെ മുന്നിലേക്ക് എത്തുമ്പോൾ ഓഫ് കോഴ്സ് ഏതൊരു കസ്റ്റമർ ആണെങ്കിലും അതായിരിക്കും. ഇപ്പൊ രാവിലെ നീച്ചു കഴിഞ്ഞാൽ പേസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ ബ്രഷ് ഇല്ല, അല്ലെങ്കിൽ നമുക്ക് കഴിക്കാനുള്ള എന്തെങ്കിലും സാധനം, തക്കാളി ഇല്ല, ഉള്ളി ഇല്ല എന്നൊരു ഒരു 5 മിനിറ്റ് കൊണ്ടോ 10 മിനിറ്റ് കൊണ്ടോ നമ്മളെ ഓഫീസ് ടൈമിന്റെ ഉള്ളിൽ പോകുന്നതിന് മുന്നേ നമ്മൾ മുന്നിൽ എത്തുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും കടയിൽ പോയി സാധനം മേടിക്കാൻ നമ്മൾ ഒരു ലേസി ജനറേഷൻ ആണ് നമ്മൾ ഓൾറെഡി. അതെ. അപ്പോൾ നമ്മൾ മുന്നിലേക്ക് വരികയാണെങ്കിൽ അത് യൂസ് ചെയ്യുന്ന കസ്റ്റമേഴ്സ് ആണ് ഇനിയുള്ള ജനറേഷൻ അല്ലെങ്കിൽ ഇനിയുള്ള കുട്ടികളും. ആ. അപ്പൊ എനിക്ക് തോന്നുന്നു ക്യൂക്കമേഴ്സ് ആയിരിക്കും ഇൻ മൈ ഫീൽഡ് ഞാൻ പറയാ ഏറ്റവും Booming ഇൻക്രീസ് ആയിട്ടുള്ള. അത് മൂവിങ് ആയിട്ട്. അല്ലെങ്കിൽ നോക്കുകയാണെങ്കിൽ അത് ഗ്രീൻ എൻവയൺമെന്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള എൻവയോൺമെന്റ് പ്രൊഡക്ട്സ്. ഫ്രണ്ട്ലി ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ അത്തരം ബിസിനസ്സുകളോ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡ്. ഓക്കെ. മെഡിക്കൽ ഫീൽഡ് ഓഫ് കോഴ്സ് ഒന്നും പറയാനില്ല. ഫീൽഡ് ഒരിക്കലും ഒരു ഒന്നും പറയാനില്ല. ഇനി എനിക്ക് ചോദിക്കാനുള്ളത്, ഒരു 5 വർഷം മുൻപുള്ള സൈമനോട് പ്രസന്റ് സൈമക്ക് എന്താ പറയാനുള്ളത്? അതായത് നിങ്ങളെ എക്സ്പീരിയൻസ്, പെർസ്പെക്റ്റീവ് ഒക്കെ മാറ്റം ഉണ്ടാവും. അതെ, അപ്പൊ ഒരു എന്താ പറയാ, എന്താ പറയാനുള്ളത് ആ പാസ്റ്റുള്ള? 5 വർഷമുള്ള സൈമ എന്ന് പറഞ്ഞാല് അത്തരം ഇത്തരം കാര്യങ്ങളിലൊന്നും അറിവില്ലാത്ത ഒരാളായിരിക്കും. ആളായിരുന്നു. ആ, എന്താ ചെയ്യേണ്ടത്, എന്താ പഠിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെ എത്തണം, എന്താവണം എന്നുള്ള ഒരു ഡ്രീമോ ഒന്നും ഇല്ലാത്ത വ്യക്തിയായിരുന്നു. ഇപ്പോ അതിൽ നിന്ന് ഒരു 5 വർഷം ഞാൻ മൂവ് ഓൺ ചെയ്തപ്പോ എനിക്ക് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എവിടെ എത്തണം, അല്ല ഇനിയുള്ള 5 വർഷം ഒരു 2030 ആവുമ്പോ എവിടെ എത്തണം, എന്റെ ബ്രാൻഡ് എവിടെ എത്തിക്കണം, എന്താകണം എന്നുള്ളൊക്കെ ഒരു പെർസ്പെക്റ്റീവ് എനിക്കുണ്ട്. പിന്നെ അത് ഏതൊരു വ്യക്തിക്കും എനിക്ക് തോന്നുന്നു ഈ 20 തുടങ്ങുമ്പോൾ ഉള്ള ആ ഒരു കാലഘട്ടത്തിൽ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. അത് തന്നെയായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് യാതൊരു ഡ്രീമും കാര്യങ്ങളും ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് നമ്മൾ ഓരോ വർഷങ്ങൾ തോറും നമുക്ക് ഉണ്ടാകുന്ന ഓരോ എക്സ്പീരിയൻസും അതിലുണ്ടാകുന്ന അനുഭവങ്ങളും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡ്രീമുകളായിരിക്കും. ഈ ഗോൾ ഓറിയന്റഡ് ആയിട്ട് പോവാന്ന് പറയണ കേട്ടിട്ടുണ്ട് ഞാൻ. അപ്പൊ അതിൽ നമുക്ക് ഒന്നുകൂടി റിസൾട്ടുകൾ കിട്ടുമെന്ന്. നിങ്ങൾ ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ് പോയിട്ടുണ്ടായത്? ഞാൻ തുടക്കത്തിൽ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ, യാതൊരു ഗോൾസും എന്റെ മനസ്സിലുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഒരു ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം ഓഫ് കോഴ്സ് ഞാനൊരു ഗോൾ ഓറിയന്റഡ് ആയിട്ടാണ് പോയിട്ടുള്ളത്. എന്ത് ചെയ്യണം, എന്താകണം,
എവിടെ എത്തിക്കണം എന്നുള്ളൊക്കെ ഒരു ഗ്രാഫും അതേപോലെ ഒരു പ്ലാനും ഒക്കെ ഉണ്ട്. ഇനിയിപ്പോ പ്ലാൻ എ ഇല്ലെങ്കിലും പ്ലാൻ ബി എന്റെ കയ്യിൽ എന്തായാലും ഞാനത് എഴുതി വെച്ചിട്ടുണ്ട്. സോ ഗോൾ ഓറിയന്റഡ് ആയിട്ട് പോണം എന്നാണ് ഏതൊരു വ്യക്തിനോടും ഞാൻ പറയാ. കാരണം നമ്മളെ ലൈഫിൽ എല്ലാം ഒരുപോലെ ആവണം നമ്മൾ ഒരിക്കലും നിർബന്ധം പിടിക്കാൻ പാടില്ല. ചിലതിലൊക്കെ എല്ലാം ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും. ചിലപ്പോൾ ആ മാറ്റങ്ങളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ മറ്റൊരു മാറ്റത്തിനെ തിരുത്തി കുറിക്കാൻ വേണ്ടി വേറൊരു വര വരക്കാന്ന് പറഞ്ഞാൽ നമ്മൾ വേറൊരു വര വരക്കേണ്ടി വരും. അപ്പോ ലൈഫിൽ എല്ലാം സിമ്പിൾ ആണെന്ന് വിചാരിക്കരുത്. നമ്മൾ പ്ലാൻ എ എന്തുണ്ടെങ്കിലും പ്ലാൻ ബി നമ്മൾ എന്തായാലും വേണം. പക്ഷെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് പ്ലാൻ എ തട്ടിക്കളയരുത്. എത്രയും നമുക്ക് കഴിയോ അത്രയും ട്രൈ ചെയ്തിട്ട് പ്ലാൻ എ എന്നെ സക്സസ് ആക്കാൻ നോക്കുക. ഞാൻ അത്ര പറയുള്ളൂ. ഗോൾ ഓറിയന്റഡ് ആണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കാണ്ടോ, നിങ്ങളൊരു പെർഫെക്ഷനിസ്റ്റ് ആണോ, അങ്ങനെയുള്ള ഒരാളാണോ? ഒരിക്കലും അല്ല. എന്താ പറയാ, എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട് പെർഫെക്ഷനിസ്റ്റ്, ഞാനും ആയിരുന്നു. പക്ഷെ അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വിചാരിച്ച റിസൾട്ടിലേക്ക് എത്തിപ്പെടാൻ കഴിയില്ല. ഇല്ല, ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടൊരു ടൈമോ കാര്യങ്ങളോ ചിന്തകളോ ഇല്ല. ഞാനിപ്പോ ഇപ്പൊ ചിന്തിക്കണ എന്തെങ്കിലും ഒരു പ്ലാൻ അല്ലെങ്കിൽ എന്തെങ്കിലും ടാസ്ക് ഞാൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാൻ ഞാൻ ചെയ്തിട്ട് ചിലപ്പോൾ സക്സസ് ആയിട്ടുണ്ടാവില്ല. അപ്പൊ ഞാന് മാറ്റി ചിന്തിക്കേണ്ടി വരും. അപ്പോ അങ്ങനെ ഒരു പ്ലാൻ ഇല്ല സത്യം പറഞ്ഞ. പെർഫെക്റ്റ് ടൈം ഇല്ല. ചെയ്യാ. ഞാൻ സത്യം പറഞ്ഞ എന്റെ നദീംക ഭയങ്കര പെർഫെക്റ്റിന്റെ ആളാണ്. ഞാൻ പല കാര്യങ്ങളും മറക്കുന്ന ആളാണ്. ചിലപ്പോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം ഞാൻ ഓർത്ത് വെച്ച് എടുത്ത് നല്ലപോലെ ഭദ്രമായിട്ട് ഞാൻ ഏതെങ്കിലും ഫയലൊക്കെ ഞാൻ നല്ല ഉഷാറായിട്ട് പാത്തിച്ചിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് അറിയണ്ടാവില്ല. ആള് ചിലപ്പോ എന്നോട് ചില വൃത്തിയിൽ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങളായിരിക്കും ഞാൻ ചിലപ്പോ മറന്നിട്ടുണ്ടാവും. സോ അങ്ങനെ ഒരു ഇതില്ലാന്ന് ഞാൻ പറയണേ. ഞാൻ അങ്ങനത്തെ ഒരാളല്ല. പിന്നെ എന്റെ ഡിസിഷൻസ് ആണെങ്കിലും ഞാൻ ഒരുപാട് ടൈം എടുത്ത് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഓവർ തിങ്ക് ചെയ്യുന്ന ആളാണ്. നദീമാക്കും ആണെങ്കിൽ ഭയങ്കര ക്യുക്കാണ്. അതുകൊണ്ട് ഞങ്ങളെ ലൈഫിൽ നദീമാക്ക് ചിലപ്പോൾ ഒരു ടാസ്ക്, ഞങ്ങൾക്ക് ഇടയിൽ ഒരു ടാസ്ക് വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ നദീമാക്ക് ഭയങ്കര ക്യുക്കായിട്ട് ഡിസിഷനും നമുക്കിപ്പോ അത് ചെയ്യാം എന്ന് പറയാം. പക്ഷെ ഞാൻ ഒരുപാട് നേരം ആലോചിച്ചിരിക്കും. ചിലപ്പോൾ ആ ടാസ്കിന് ആ ക്യുക്കായിട്ടുള്ള ഡിസിഷൻ ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. പക്ഷെ ഞാൻ ചിലപ്പോൾ കുറച്ചു നേരം ആലോചിച്ചിരിക്കുമ്പോ അപ്പൊ ചിന്തിക്കേണ്ട, ഇത് ചെയ്യാൻ പറയും. ചിലപ്പോൾ അതായിരിക്കും അതിന്റെ പെർഫെക്റ്റ് ടൈം. ഇനിയിപ്പോ ചിലപ്പോ ആ ടാസ്കിന് ഒരുപാട് നേരം നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ അഭിപ്രായം അറിഞ്ഞ് ചെയ്യേണ്ട കാര്യത്തിന് നമ്മൾ ക്വിക്കായിട്ട് ഡെസിഷൻ എടുത്താൽ ചിലപ്പോൾ ഒരു റോങ് പോയിന്റ് ആയിരിക്കും, ഒരു റോങ് പാത്ത് ആയിരിക്കും. അപ്പോ ഞങ്ങൾ അതും എന്റെ പ്ലാനിങ് ആയിരിക്കും കറക്റ്റ്. അപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എന്തായാലും ഡിസ്കസ് ചെയ്തിട്ട് എന്ത് ടാസ്കും ചെയ്യാറുള്ളൂ. ഇനിയിപ്പോ അത് ബ്ലർ ആണെങ്കിലും ഇനിയിപ്പോ റൈറ്റ് ആണെങ്കിലും ഞങ്ങളുടെ ഇടയിൽ എന്താ പറയാ വേർഡ് ഉണ്ടാവുള്ളൂ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ. അപ്പൊ ഞാൻ വിചാരിക്കും അങ്ങനെ ഒരു പെർഫെക്റ്റ് ടൈമോ പെർഫെക്റ്റ് ഡെസിഷൻസോ ഇല്ല. ചിലപ്പോ അത് ഭാവിയിൽ ചിലപ്പോ നമുക്ക് ഒന്നും അതിൽ ഉണ്ടായിട്ടുണ്ടാവില്ല. ചിലപ്പോ അത് പെർഫെക്റ്റ് ആയിരിക്കും. അത് നമ്മൾ എടുക്കുന്ന സിറ്റുവേഷൻ അനുസരിച്ചാലും. പിന്നെ എല്ലാം നമ്മൾ ദൈവത്തിന് വിടാന്നുള്ളൂ. അതേപോലെ ഈ ബിസിനസ്സിക്കൊക്കെ വന്നപ്പോഴേ ഒരുപാട് പ്രഷറും കാര്യങ്ങളൊക്കെ നേരിട്ടിട്ടുണ്ടാവുമല്ലോ. അപ്പൊ ഇതേപോലെ ബിസിനസ് എന്നല്ല, ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ ആദ്യം ഓടിച്ചെല്ലുന്ന ഒരു വ്യക്തി ആരാണ്? ആദ്യം ഓഫ് കോഴ്സ് ഇപ്പൊ എന്റെ ഹസ്ബൻഡിനോടാ ഞാൻ ആദ്യം പറയാം. പിന്നെ എന്തായാലും എന്റെ ഉപ്പാനോടേക്കാളും ഞാൻ ആദ്യം പിന്നീട് ഞാൻ പറയാൻ നിൽക്കുക. ഉപ്പാനോട് എനിക്ക് പറയാന് ഏതൊരു ഉപ്പയാണെങ്കിലും മക്കള് സങ്കടപ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഓഫ് കോഴ്സ് ഞാൻ ആദ്യം ഹസ്ബൻഡിനോട് നദീംക്കാനോടാ ഞാൻ ഷെയർ ചെയ്യാൻ എന്റെ എല്ലാ കാര്യങ്ങളും. പിന്നീട് നദീംക്ക ഇല്ല അല്ലെങ്കിൽ ഉപ്പാനോട് ഉപ്പ ആ സിറ്റുവേഷനിൽ ഉണ്ടെങ്കിൽ ഞാൻ ഉപ്പാനോടേക്കാലം പിന്നീട് ഞാൻ പറയണ്ടാവും എന്റെ എല്ലാ സങ്കടവും. അതേപോലെ നിങ്ങൾ പുതിയൊരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്തിട്ടുണ്ടല്ലോ, എന്തായിരുന്നു? പിസാങ്. അതെ, അതൊരു ഓൺലൈൻ ബ്രാൻഡാണ്. ഞാൻ ഓഫ്ലൈനിൽ ചെയ്യുന്നില്ല. ഒരു ഓൺലൈൻ കസ്റ്റമേഴ്സിന് വേണ്ടി മാത്രം ഞാൻ ചെയ്യുന്ന ഒരു ബ്രാൻഡാണ്. അത് ഞാൻ ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിൽ മാത്രമാണ് ഞാൻ അത് സെല് ചെയ്യുന്നത്. അതിൽ ഞാൻ മസാലാസ് അതേപോലെ എല്ലാ സ്പൈസസ് ഐറ്റംസ് അങ്ങനത്തെ ആണ് ഞാൻ പിസാങ്ങിൽ ഞാൻ ചെയ്യുന്നത്. പിസാങ് പറഞ്ഞാൽ എൻറ്റയർലി ഡിഫറെന്റ്. എദ്വിയിൽ നിന്ന് ഡിഫറെന്റ് ആണ് പിസാങ്. ഞാൻ എദ്വി ഞാൻ ഓഫ്ലൈനിലും ഓൺലൈനിലും ചെയ്യുന്നുണ്ട്. പിസാങ് ഞാൻ ഓൺലൈനിൽ മാത്രം ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതൊരു D2C ബ്രാൻഡാണ്. അങ്ങനെയാണ് ഞാനത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോ നമ്മളൊരു ഇന്ത്യക്കാര് അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ മലയാളി എന്ന് പറയുമ്പോ സ്കൂള്, കോളേജ്, ജോലി, അപ്പൊ ഇതൊക്കെ ബ്രേക്ക് ചെയ്തിട്ട് ഒരുപാട് യുവ സംരംഭകർ വരുന്നുണ്ട്.
അപ്പൊ ഇതിനെ കുറിച്ചിട്ട് എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? നല്ല കാര്യം. കാരണം നമ്മള് ചെറുപ്പകാലം തൊട്ടേ നമുക്ക് അങ്ങനെ ഒരു പാഷൻ ഉള്ളതും അതുകൊണ്ട് മുന്നോട്ട് പോകുന്നതും വളരെ നല്ല കാര്യമാണ്. നമുക്ക് എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ, യങ് ജനറേഷൻ എഫേർട്ട് എടുക്കാൻ തയ്യാറാണെങ്കിൽ അത് പഠിക്കാനും അത് അറിയാനും അവർ ഇഷ്ടപ്പെട്ട് വരുമ്പോ നമ്മളെന്തായാലും ഈ പ്ലസ് ടു കാലത്ത് ഈ സ്റ്റഡീസിന്റെ കാലത്ത് എന്തായാലും പഠിക്കുന്നേ പറയണ്ടാവുള്ളൂ. അവരുടെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഓരോ ജോബും അല്ലെങ്കിൽ ജോബും ആയിക്കോട്ടെ ബിസിനസ്സും ആയിക്കോട്ടെ അവരങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അവരെ ഡിമോട്ടിവേറ്റ് ചെയ്യരുതെന്ന് ഞാൻ പറയാം. കാരണം എത്ര പൊട്ടിയാലും അത് വലിയ സക്സസ് ആയിട്ടില്ലെങ്കിലും അവരോട് ഇനിയും ചെയ്യാൻ പറയാം. കാരണം അവർക്ക് ആ ചെറുപ്പകാലം തൊട്ട് അവർ ചെയ്തിയിൽ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറിവോ അവർ നേടിയിട്ടുണ്ടാവും. അത് ഒരു 30-35 നമ്മൾ ബിസിനസ് ചെയ്യുന്ന ഒരാളുടെ എന്തായാലും അറിവല്ല. അപ്പോ അങ്ങനെ യങ് ജനറേഷൻസ് അങ്ങനെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ ഡിമോട്ടിവേറ്റ് ചെയ്യില്ല. കാരണം ചെയ്ത് തുടങ്ങണം. അതിനി ഇന്നക്ക് ശരിയായിട്ടില്ലെങ്കിൽ നാളേക്ക് ഒരു ശരിയാവുന്ന ഒരു ടൈം ചെയ്ത് ഉണ്ടാവും. തുടങ്ങി. അതെ, ചെയ്യണം എന്നേ ഞാൻ പറയുള്ളൂ. അത് ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എല്ലാവരും ചെയ്ത് നോക്കണം എന്നേ ഞാൻ പറയുള്ളൂ. ഉം. അത് നമുക്ക് ചിലപ്പോ എല്ലാം ശരിയായ ഒരു ടൈം ഉണ്ടാവില്ല. ചിലവരുടെ പഠിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ചിലപ്പോ അത് ചെയ്ത് ശരിയായിട്ട് ആള് സക്സസ് ആയിട്ടുള്ള ഒരുപാട് സ്റ്റോറീസ് നമ്മൾ കേൾക്കാറുണ്ട്. കേട്ടിട്ടുണ്ട്. അപ്പോ പഠിച്ചു ഉയരെങ്കിലും എത്തിയില്ലെങ്കിലും ഇത്തരം പാഷനും അല്ലെങ്കിൽ ഇത്തരം അറിവും കാര്യങ്ങളും ഒരാൾക്ക് ഉണ്ടെങ്കിൽ ഒരിക്കലും ഡിമോട്ടിവേറ്റ് ചെയ്യാതിരിക്കാന്ന് ഞാൻ പറയുള്ളൂ. സോ സൈമ, താങ്ക് യു സോ മച്ച് ഫോർ ബീങ് എ പാർട്ട് ഓഫ് സ്റ്റാർട്ടപ്പ് കേരള. എദ്വി ഡിസൈൻ പോലുള്ള സംരംഭങ്ങൾ ഇനിയും വലിയ വലിയ ഉയരങ്ങൾ കീഴടക്കട്ടെ. ഒരുപാട് സന്തോഷം എന്നെ ഇതിൽ ഇൻവൈറ്റ് ചെയ്തതില്. സ്റ്റാർട്ടപ്പ് കേരള എന്ന് പറയുന്ന ഈ പോഡ്കാസ്റ്റ് ഒരുപാട് സംരംഭകരെ നിങ്ങൾക്ക് കേൾക്കാനും മറ്റുള്ളവർക്ക് അറിയാനും അവരുടെ ലൈഫാണെങ്കിലും അവരുടെ സ്റ്റോറീസ് ആണെങ്കിലും ബ്രാൻഡ് ആണെങ്കിലും എല്ലാം മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റട്ടെ എന്നുള്ള ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ആൻഡ് ഇത് എല്ലാവർക്കും ഒരു ഇൻസ്പിറേഷൻ ആകട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇതുപോലുള്ള സംരംഭകരുടെ കഥയായിട്ട് നമ്മൾ ഇനിയും വരുന്നതാണ്. ടിൽ ദെൻ, ദിസ് ഈസ് സെയിൻ സൈനിങ് ഔട്ട് ഫ്രം സ്റ്റാർട്ടപ്പ് കേരള.